കോളേജിന്റെ ഗേറ്റ് അവക്കറിയാൻ മേലെ, അവള് പഠിച്ച കോളേജല്ലേ. വലുതുണ്ടെങ്കിൽ കയ്യിൽ ഇരിക്കണോ കാശ്. അറിയില്ല, ആ പരിസരത്തേക്ക് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു പേര് തന്നെ കേട്ടിട്ടില്ല. നല്ല പഴുത്തതാണോ? കണ്ടില്ലേ ഇവിടെ? ഞങ്ങൾ വീണ്ടും ഒരു കല്യാണത്തിന് ഒരുങ്ങുകയാണ്. അതെ അതെ അതെ, എല്ലാ സംഗതികളും കയ്യിലുണ്ട്. മാല നേരെ ഇത് എത്ര വർഷം പഴക്കമുള്ളതാ മാല? ഓ, എങ്ങനെയുണ്ട് അമ്മയുടെ സാരി? നമ്മുടെ എല്ലാം കയ്യിലുണ്ടതാ. അമ്മയുടെ സാരി എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ നിങ്ങള്. ഇഷ്ടായി. എനിക്ക് ഇങ്ങനെ ഇച്ചിരി പറഞ്ഞിരിക്കണം, വണ്ണം അധികം ഇല്ലാത്തത് കൊണ്ടേ. അപ്പൊ എല്ലാം ഫുൾ സെറ്റപ്പില് പോവാണ്. അതെ അതെ അതെ. പിന്നെ നമുക്ക് അവിടെ ചെന്നിട്ട് ഒപ്പാൻ പറ്റിയതൊക്കെ ഒപ്പ. അപ്പയുടെ അമ്മച്ചിയുടെ വീട്ടിലൊരു കല്യാണത്തിന് പോവാ, കോലഞ്ചേരി. ഓക്കെ ഓക്കെ, ശരി, അടിപൊളിയാട്ടോ. അടിപൊളി, പോവാ. ഞാനും അപ്പൊ ഏകദേശം മാച്ചിങ്ങിലാ. ഡിഫറെന്റാ. എന്റെ കളർ കണ്ടു. ഞാനൊരു പേസ്റ്റലാ, അമ്മയും ഒരു പേസ്റ്റൽ കളറാ. കൊണ്ടുവന്ന സാരിയാണ്. തിരുവാങ്കുളം ജംഗ്ഷനിലെത്തി നമ്മള്. തിരിവാണ് നമ്മള് കോലഞ്ചേരിക്കാട്ടോ പോകുന്നത്. ഇപ്പൊ നല്ല തിരക്കാട്ടോ ഇവിടെയൊക്കെ. പക്ഷെ ആകാശം നല്ല ഭംഗി കാണാൻ, നല്ല ക്ലിയർ സ്കൈ. നല്ല ക്ലിയർ സ്കൈ കാരണം ക്യാമറയിൽ നല്ല ഭംഗിയുണ്ട്, പക്ഷെ പുറത്ത് നല്ല വെയിലും ചൂടുമാണ്, ഒരു രക്ഷയില്ല. ക്യാമറയിലുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. ഈ ഭാഗത്തൊക്കെ തിരക്കുണ്ടല്ലോ, സാധാരണ തിരക്കില്ലാത്തൊരു റൂട്ടാണ്. ഈ സമയം തിരക്ക് വരണ്ട കാര്യമില്ല. അതെ 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 അതെ. അമ്മ എന്നാ നോക്കാം? ഞാനിങ്ങനെ പഴയ തിരുവാങ്കുളം ടച്ച് ചെയ്യണത് എപ്പോഴും, അത് കാരണം ഈ കടകളൊക്കെ ഒന്ന് നോക്കുക. ഒത്തിരി മാറ്റം വന്നു, ഒരുപാട് കടകളൊക്കെ മാറി. നീ ഇവിടെ നിന്ന് ബസ് സ്റ്റോപ്പിൽ കയറിക്കൊണ്ടിരുന്നാലും പോയിക്കൊണ്ടിരുന്നാലും അപ്പ നല്ല ഗൗരവത്തിലാ. ഇവിടെ വണ്ടി ഭയങ്കര കൺജഷനാണ്. നമ്മള് പോയിക്കൊണ്ടിരിക്കുക. കോലഞ്ചേരി റൂട്ട് പിന്നെ വലിയ തിരക്കൊന്നുമില്ല, വലിയെന്നല്ല ഒട്ടും തിരക്കില്ല, സ്മൂത്തായിട്ട് പോവാം. ഇന്ന് അങ്ങോട്ട് പോകുമ്പോ അപ്പയാണ് വണ്ടി ഓടിക്കുന്നത്, തിരിച്ചു വരുമ്പോ ഞാനായിരിക്കും ഓടിക്കുക. കാരണം അങ്ങ് പോകുമ്പോ എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടാവുമല്ലോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഒന്ന് ഷെഡ്യൂൾ ചെയ്യാനുണ്ട്. അങ്ങനെ കുറെ പണികളൊക്കെ ഉണ്ട്. അമ്മ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുന്ന കണ്ടോ? ചെറിയൊരു അസ്വസ്ഥത ഉണ്ടല്ലേ? സാരി ഉടയും, സാരി ഉടഞ്ഞു പോണത് എനിക്ക് അത്ര ഇഷ്ടമല്ല ഫംഗ്ഷന് പോകുമ്പോ. അത് ശരി. അപ്പൊ പിന്നെ ഇത് സിൽക്ക് സാരികളൊക്കെ ആകുമ്പോഴിങ്ങനെ ഉണ്ടാവും, ബെൽറ്റ് അത്ര കറക്റ്റ് ആയിട്ട് ശരിയാവില്ല. അതുകൊണ്ടാണ്. അമ്മയുടെ സാരി എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇനി നമുക്ക് പോണ വഴിയെ കാണാം, അവിടെ ചെന്നിട്ടും കാണാൻ കേട്ടോ. മാവല്ലല്ലോ, മാവുന്ന പെട്ടെന്ന് ആല്. നല്ല രസോട്ടോ കാണാൻ. എത്ര വർഷം ഉണ്ടാവും? അതിൽ കൂടുതലുണ്ടായിരിക്കും, കാരണം ആല് ഇത്രയും വളർന്ന് വലുതാവാനായിട്ട് കുറെ കൊല്ലങ്ങൾ എടുക്കും. അതെ അതെ അതെ. ഇതിന് പക്ഷെ അത്രയും പ്രായം ആയിട്ടില്ല, കുറച്ചും കൂടി പ്രായമായി കഴിയുമ്പോഴാണ് അതിന്റെ വേരൊക്കെ മോളിന്ന് താഴേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കും. ആ വരും വരും, നല്ല രസാ അത് കാണാനായിട്ട്. ഇതിപ്പോ ഇച്ചിരി ചെറുതാ, പക്ഷെ അത്രയും പഴക്കം ഇല്ല ഇതിന്, അതുകൊണ്ടാ. ഭയങ്കര ശുദ്ധവായു കിട്ടൂന്നാ പറയണേ ആൽമരച്ചോട്ടിലിരുന്ന. പക്ഷെ ഇവിടെ KSRTCയുടെ ബസ് സ്റ്റേഷൻ ഇപ്പൊ എന്തോ ഇതൊക്കെ ചെയ്യുവാണ്. ഇത് ചൂണ്ടിയല്ലല്ലോ, പുത്തൻകുരിശ്. ആ പുത്തൻകുരിശ്. പുത്തൻകുരിശിന് പതിവില്ലാത്ത തിരക്ക്. ഇന്ന് തിരുവാങ്കുളത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് പോന വഴിയൊക്കെ പലയിടത്തും തിരക്കുണ്ടായിരുന്നു. അതെ, ചൂണ്ടിയിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോലഞ്ചേരി ടൗൺ എത്തിട്ടോ നമ്മള്. ആ ഇവിടെ ഒരു റോയൽ, ഇവിടെ സോപ്പ് കട കൊള്ളാലോ. അയ്യോ പോയാ? ആ
സെന്റ് പീറ്റേഴ്സ് കോളേജ്. കോളേജിന്റെ ഗേറ്റ് അവക്കറിയാൻ മേലെ, അവള് പഠിച്ച കോളേജല്ലേ. അമ്മയും ഞാനും പഠിച്ച കോളേജാണ് സെന്റ് പീറ്റേഴ്സ്. എന്ത് തിരക്കാലേ ഈ ജംഗ്ഷനില്, പണ്ടത്തെ ഓർമ്മകൾ. അങ്ങനെ അവിടെ വന്നിട്ടുള്ള ഓരോ പുതിയ കടകൾ നോക്കി നോക്കി ഞങ്ങൾ അങ്ങനെ പോവാണ്. കുറേ നാൾ കൂടി ഇതുവഴിയൊക്കെ പാസ് ചെയ്യല്ലേ, അപ്പൊ എന്തായാലും കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും ഉറപ്പാണ്. പഠിച്ചോണ്ടിരിക്കുമ്പോ ബേക്കറികളിലൊക്കെ കയറുമായിരുന്നു. ഉദയ ബേക്കറി ഒന്നുമുണ്ട്. പിന്നെ ഒരു കോലാടി സ്റ്റോഴ്സ് ഈ റൈറ്റ് സൈഡിൽ ഇവിടെ സ്റ്റോർ, പിന്നെ ഒരു പെട്രോ മെഡിക്കൽസ് എന്ന് പറഞ്ഞൊരു മെഡിക്കൽ ഷോപ്പും ബുക്ക് സ്റ്റോളും ആയിട്ടുണ്ട്. അവിടെ അവിടെ കയറുന്നത് ബുക്ക് സ്റ്റോളിൽ കയറുന്നത് ഈ കോളേജിലെ ഒരു മാസ്റ്ററുടെ ബുക്ക് സ്റ്റോളാണ്. അതുകൊണ്ട് ബുക്കുകൾ കാര്യങ്ങളൊക്കെ മേടിക്കാൻ അവിടെ കയറുന്നത്. പിന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തന്നെ ഉണ്ട് കേട്ടോ. അന്നൊന്നും സ്റ്റാൻഡില്ല, ഇപ്പഴാ സ്റ്റാൻഡ്. അന്ന് ബേക്കറി കയറുമ്പോ കഴിക്കാൻ എന്നാ ഈ മിക്സർ ബിസ്ക്കറ്റ് അങ്ങനെയുള്ളത്. പിന്നെ ഒരു നാരങ്ങാവെള്ളം കുടിക്കും. പിന്നെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ജംഗ്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു കൂൾ ബാർ ഉണ്ട്. അവിടെ കയറി ഞങ്ങള് ഐസ്ക്രീം മേടിച്ച് കഴിക്കും 10 രൂപയുടെ ഇടയ്ക്ക്. അങ്ങനെ ഐസ്ക്രീം കഴിക്കും. പിന്നെ പബ്സും ജ്യൂസും കുടിക്കും ബംഗാളി ബസ് സ്റ്റാൻഡ്. അങ്ങനെയുള്ള സംഗതികളൊക്കെ അന്നുള്ളൂ, അതിൽ കൂടുതലൊന്നും കഴിപ്പൊന്നുമില്ല. ഐസ്ക്രീം വലുതൊന്നുമില്ല. വലുതുണ്ടെങ്കിൽ കയ്യിലിരിക്കണോ കാശ്. കാശില്ല. ഇങ്ങനെ പോയി ഒരു ഐസ് മിഠായി മേടിച്ച് തിന്നതാണ് സാധാരണ ഇത്. അന്ന് ഫെലൂഡയ്ക്കൊക്കെ എന്ത് വില അറിയില്ല, ആ പരിസരത്തേക്ക് നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു പേര് തന്നെ കേട്ടിട്ടില്ല. വളരെ ശരിയാണ്. ആകെ ജോയി ഐസ്ക്രീമും വാനിലയുടെ ജോയി ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും, അത് രണ്ടും ഉള്ളത്. ഫ്രൂട്ട് സലാഡ് കേട്ടിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡ് കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കേട്ടിട്ടുണ്ട്. ഫ്രൂട്ട് സലാഡ് എന്ന് പറയുമ്പോ ഫ്രൂട്ട്സും സ്വല്പം ഐസ്ക്രീമും കൂടി വെച്ചിട്ടുള്ളതല്ലേ അന്ന്. ഇപ്പൊ ഫ്രൂട്ട് സലാഡ് വിത്തൗട്ട് ഐസ്ക്രീം ഒക്കെ കിട്ടും. നമ്മുടെ ഇവിടെ പലയിടത്തും ഉണ്ട്. നമ്മുടെ പ്രശാന്തിന് പണ്ട് തരൂല. എവിടെയാന്ന് ബോർഡൊന്നും നോക്കിയല്ലോ. അങ്ങനെ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി. ബ്രൂക്സ് ക്ലബിൻ്റെ ഒരു ഓഡിറ്റോറിയം ആയിരുന്നു. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം വേഗം ഓഡിറ്റോറിയത്തിലേക്ക് കിടക്കുകയാണ്. പതിവ് പോലെ ഫുഡ് കൗണ്ടറിലേക്കാണ് ഞങ്ങൾ ഉന്നം വയ്ക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് ഹാളിൻ്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഏതാണ്ട് ബാക്ക് സൈഡിലൂടെയാണ് കയറിയത്. അതുകൊണ്ടാണ് വെൽക്കം ഡ്രിങ്ക് കാണാൻ പറ്റാത്തത്. വെറൈറ്റി ആയിട്ടുള്ള ബുഫേ കൗണ്ടറിലെ വൈവിധ്യമാർന്ന ഫുഡൊക്കെ ഒന്ന് കണ്ടോളൂ. കോഴ്സായിട്ടുള്ള ലഞ്ചായിരുന്നു. ആദ്യം അപ്പം ഓർ ഇടിയപ്പം വിത്ത് താറാവ് കറി, അതിനുശേഷം നമ്മുടെ നാടൻ ചോറും വെറൈറ്റീസ് ഓഫ് കറികളുമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാക്കണ പോലെ അല്ല, ലാർജ് സ്കെയിലിൽ പാലപ്പവും ഇടിയപ്പവും ഒക്കെ ഉണ്ടാക്കണ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. എന്ത് വലിയ ഇതല്ല കേട്ടോ, ഇടിയപ്പത്തിൻ്റെ തട്ടൊക്കെ ഭയങ്കര വലുതാണ്. ഇത് നല്ല രസമാണ്, ഇങ്ങനെ മൾട്ടിപ്പിളായിട്ട് മൾട്ടി ടാസ്കിങ് ചെയ്യണതേ കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് ഏത് പ്രോസസ്സാണെങ്കിലും മൾട്ടി ടാസ്കിങ് കാണാൻ നല്ല രസമാണ്. ഇപ്പുറത്ത് കണ്ടോ ഇടിയപ്പത്തിൻ്റെ തട്ട്, നല്ല രസമുണ്ട്, അത് കണ്ടോ കേട്ടോ. ഓ ഇത് നല്ല രസമുണ്ട്, ഞാൻ പറഞ്ഞാൽ പിടിക്കാൻ. വലിയ തട്ട്, വലിയ തട്ട്, നല്ല രസമല്ലേ. അങ്ങനെ വർണ്ണശബളമായ എൻ്റെ ഫേവറേറ്റ് സെക്ഷനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ സാലഡ് കൗണ്ടർ തന്നെ. ഇവിടുത്തെ ഈ അറേഞ്ച്മെൻറ്റ് എപ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും കേട്ടോ. കാരണം വൈവിധ്യമാർന്ന നിറങ്ങളാണല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതും ഇങ്ങനെ കുറച്ച് ക്രിയേറ്റീവായിട്ടൊക്കെ അറേഞ്ച് ചെയ്തേക്കുമ്പോൾ പ്രത്യേകിച്ചും അത് കണ്ണിന് വലിയ ഇഷ്ടമാണ് കാണാനായിട്ട്. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. ഞാനിങ്ങനെ ഓരോന്നും എടുത്ത് സൂം ചെയ്ത് കാണിക്കണേ. എനിക്കും ഇത് പ്രത്യേക ഇഷ്ടമാണ്, ഈ സാലഡ് വെറൈറ്റീസ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അതേ ഈ കട്ട് ഫ്രൂട്ട്സ് ഒക്കെ കണ്ടോ, അതിന് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓ നല്ല അറേഞ്ച്മെൻ്റ് ആട്ടോ സാലഡിൻ്റെ. ഫ്രൂട്ട്സ് വേറെ, വെജിറ്റബിൾസ് വേറെ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. നല്ല രസമുണ്ട്.
അതൊക്കെ എടുത്തു നിന്നപ്പോൾ കണ്ടോ, ദേ സ്റ്റേജ് എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഇതാണ് സ്റ്റേജ് ഡെക്കറേഷൻ. നിറയെ ലാംപ്സ് ഒക്കെ വെച്ച് ഫ്ലവേഴ്സൊക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ആങ്കർ റെഡിയാണ്. പിന്നെ മറ്റൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് ഈ മെനു കാർഡാണ്. ഇന്ന് സെർവ് ചെയ്യുന്ന മെനുവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ബ്രൈഡ് ടു ബി ഗേളും ആളുടെ ഫിയാൻസിയും സ്റ്റേജിലേക്ക് വരികയാണ്. ഇപ്പോൾ അവരുടെ മാരേജ് കഴിഞ്ഞിട്ടോ. സോ ദേ ആർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് നൗ. ഇനി നമുക്ക് പതുക്കെ എൻഗേജ്മെന്റ് ചടങ്ങിലോട്ട് കടക്കാം. റെഡിയല്ലേ? Miss Anna Rose Taragan and Mr. Alvin Edison. ഒരു വലിയ കയ്യടി. വെരി സ്പെഷ്യൽ ഡേയിൽ ഇത്രയും സുന്ദരമായി ഒരുങ്ങി നിൽക്കുന്നവർക്ക് ഈ ഒരു ചെറിയ കയ്യടി മതിയോ? You both are looking so damn good today. I can take off my eyes. എന്ത് ഇവരെ കണ്ടിട്ട് എന്ത് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ട്. അത്രയ്ക്ക് സുന്ദരമായിട്ടാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡേ. പക്ഷെ കുറച്ച് ടെൻഷനും കാണുന്നുണ്ടല്ലോ. നമുക്കറിയാം, രണ്ട് വ്യക്തികൾ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒത്തുചേരൽ കൂടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. സോ നിങ്ങളിൽ പലർക്കും അന്നയും ആൽവിനെയും പരിചയം ഉണ്ടായിരിക്കാം. ഇനി ഇവിടെ ഒരു ബ്രദറിനെ ഫിൽ ചെയ്തപ്പം അന്നയ്ക്ക് വളരെ നല്ലൊരു നാത്തൂനെ അവിടെ കിട്ടുന്നുണ്ട്. സോ അന്നയുടെ സ്വന്തം നാത്തൂനേക്ക് ഞാൻ അങ്ങനെ വിളിക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. നമ്മുടെ ആൽവിന്റെ സിസ്റ്ററിനെയും ഫാമിലിയെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Alva's sister, Dr. Alva Edison, is a dentist at Pearl Dental Clinic, Chelakara. And brother-in-law, Mr. Tijo is a squadron leader at Indian Air Force. And their little angel, Ellen Mary Tijo. So, രണ്ട് കുടുംബങ്ങളും ഏരിയയിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായി നിയുക്ത വധൂവരന്മാരെ അനുഗ്രഹിക്കുന്നതിനും ഈ ചടങ്ങും ഈ ദിവസവും ആശീർവദിക്കുന്നതിനുമായി ഏറെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ നമ്മുടെ മഴവന്നൂർ പള്ളിയിലെ വികാരിമാരുണ്ട്, അതുപോലെ തന്നെ ഇടവകയിലെയും കുടുംബത്തിലെയും മറ്റ് വൈദിക ശ്രേഷ്ഠരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ദിവസം കൂടുതൽ ധന്യമാക്കുന്നതിന് വേണ്ടി ഏവരെയും ഏറെ ബഹുമാനത്തോടെ തന്നെ ക്ഷണിക്കുന്നു. ഇന്ന് അന്നയുടെയും ആൽബിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങിനായിട്ട് നാം ഒന്നിച്ചു വന്നിരിക്കുന്നു. രണ്ട് കുടുംബങ്ങൾ സ്റ്റേജിൽ ഒരുമിച്ച് അവരുടെ വിവാഹത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ദൈവം എല്ലാവരുടെ അനുഗ്രഹങ്ങളും അവർക്ക് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമെങ്കിൽ അത് അനുഗ്രഹപ്രദമായി നടത്തപ്പെടുവാൻ തക്കവണ്ണം അവരെ അനുഗ്രഹിക്കട്ടെ. രണ്ടു പേരെയും ആശീർവദിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളക്ക് തെളിയിക്കുന്ന സെറിമണിയാണ്. അച്ഛൻ വാഴ്ത്തിയ വിളക്ക് തെളിയിക്കുന്നത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും മാതാപിതാക്കൾ ചേർന്നാണ്. എൻഗേജ്മെൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കല്യാണത്തിന് ശേഷമാണെങ്കിൽ നോർമലി ബ്രൈഡ് ആൻഡ് ഗ്രൂം അവരാണ് ഈ വിളക്ക് തെളിയിക്കാറ്. ഇപ്പോൾ ഇവരുടെ വിവാഹത്തെ സംബന്ധിച്ച് രണ്ട് കുടുംബങ്ങളും ദൈവസന്നിധിയിൽ തീരുമാനിച്ച് പ്രാർത്ഥിച്ച് അവരുടെ വിവാഹത്തെ സംബന്ധിച്ച് എടുത്തിട്ടുള്ള തീരുമാനം നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കും അനുവാദത്തിനുമായിട്ട് ഇപ്പോൾ ഇതിലെ ബഹുമാനപ്പെട്ട ജിനോച്ചൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം രണ്ടു പേരുടെയും വിവാഹത്തെ സംബന്ധിച്ചുള്ള തീരുമാനം അച്ഛൻ ഇവിടെ ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്ന മൊമെൻ്റാണിത്. ശേഷം കുടുംബജീവിതത്തെക്കുറിച്ച് മഹത്തായ ചില ഉപദേശങ്ങളും അച്ഛൻ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് കേട്ട് നോക്കണേ. ഈ ചടങ്ങിലേക്ക് അതിഥികളായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരെ, പ്രിയപ്പെട്ട അന്നമ്മയുടെയും ആൽവിൻ്റെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തി തരികയും ദൈവമേ മക്കൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും പ്രധാനമായിട്ട് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. സന്തോഷമുണ്ട്. ഞാനും പ്രിയപ്പെട്ട ബോസും എല്ലാവരും
ഒരുമിച്ച് ഞങ്ങൾ സ്കൂളുകളിലൊക്കെ ഒരുമിച്ച് പഠിച്ചു. അയൽവക്കമാണ്. വളരെ അനുഗ്രഹീതമായ കുടുംബജീവിതം നയിക്കുന്നതായ ഈ പ്രിയ മക്കളുടെ കുടുംബത്തെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹീതമായി മാറുവാൻ ഭാര്യയോടും ഭർത്താവിനോടും കൂടെ വരേണ്ടത് യേശുവാണ്. യേശു എന്ന ആ ഒരു മുപ്പിരിച്ചരടിൻ്റെ ഒരനുഭവത്തിൽ മുന്നോട്ട് പോകാൻ ഈ പ്രിയ മക്കൾക്ക് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് വന്യവൈദിക ശ്രേഷ്ഠരോട് ചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആൽബിൻ്റെ കുടുംബം അരിമ്പൂർ കുടുംബം ആ ദേശത്ത് അറിയപ്പെടുന്ന അനുഗ്രഹീത കുടുംബമാണ്. അവിടെ നിന്ന് ധാരാളം മക്കൾ കടന്നു വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും സമയത്ത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. ദൈവം തമ്പുരാൻ അവരെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒറ്റ വാക്കിൽ ആശംസിച്ചുകൊണ്ട് കൊച്ചു വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ നിയുക്ത വധുവരന്മാർക്ക് അവരുടെ കുടുംബത്തിന് വേണ്ടി നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ സംബന്ധിക്കണം. പിന്നീട് നമ്മുടെ നിയുക്ത വധൂവരന്മാർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതിനുശേഷം ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. പിന്നീട് നമ്മുടെ ശ്രേഷ്ഠ വൈദികർ അവർക്ക് ഗ്രീറ്റിംഗ്സ് ഒക്കെ അർപ്പിച്ചതിന് ശേഷം സ്റ്റേജിൽ നിന്ന് പിരിയുകയാണ്. പതുക്കെ നമ്മളും ഫുഡിൻ്റെ സെക്ഷനിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. താങ്ക് യു ഫാദേഴ്സ്. നമ്മുടെ ബഹുമാനപ്പെട്ട വൈദികർ വന്ന് ഈ ദിവസം കൂടുതൽ അനുഗ്രഹപ്രദമാക്കി തീർത്തു. അതുപോലെ തന്നെ നമ്മുടെ അന്യയുടെയും ആൽബിന്റെയും ഈ ജീവിതവും. താങ്ക് യു സോ മച്ച്. അങ്ങനെ എൻഗേജ്മെൻറ്റ് ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. എല്ലാവരും ഫുഡൊക്കെ എടുക്കാൻ തുടങ്ങിട്ടോ. അപ്പം എടുത്തത് അപ്പവും താറാവ് കറിയായിരുന്നു. ഞാൻ ആദ്യം എടുത്തത് സാലഡാണ് കേട്ടോ. ഇപ്പോൾ സാലഡ് ഐറ്റംസ് ഒക്കെ എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനായി മാറിയേക്കാണ്. അധികം കലോറി ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അങ്ങനെ സാലഡ് കഴിഞ്ഞു. ഞാൻ അപ്പവും താറാവ് കറിയുമാണ് എടുത്തത്. വളരെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു എല്ലാം തന്നെ കേട്ടോ. എസ്പെഷ്യലി ഡക്ക് കറിയും. ഞാൻ ഊണെടുത്തില്ല, മറ്റൊന്നും കൊണ്ടല്ല, ചോറ് കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട് തന്നെ. അതല്ല, ഞാൻ സാലഡ് കഴിച്ചുകൊണ്ട്, അതുകൊണ്ട് കാരണമുണ്ട്. പിന്നെ ഞാൻ സാലഡ് കഴിച്ചുകൊണ്ട് എൻ്റെ വയറ് ഫുള്ളായിരുന്നു. പിന്നെ ഡെസേർട്ടായിട്ട് റെഡ് വെൽവെറ്റ് കേക്ക് വിത്ത് ഐസ്ക്രീം ആയിരുന്നു. ഞാൻ അതും എടുത്തില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇഷ്ടമുള്ള ഫുഡൊക്കെ ലിമിറ്റ് ചെയ്യുന്ന ഒരു തീരുമാനം ഞാനിപ്പോൾ കുറച്ച് നാളത്തേക്ക് എടുത്തേക്കുവാണ്. നല്ലതാണ്. കാരണം എന്താണെന്നറിയോ, അത് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒപ്പം നമ്മുടെ ഡിറ്റർമിനേഷൻ പവറൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് അത്തരത്തിലുള്ള ചില തീരുമാനങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് എൻ്റെ ജസ്റ്റ് പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. അങ്ങനെ നമ്മൾ പോവാണ്. അതെ 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 അതെ, വേഗം എസ്കേപ്പ് ആവട്ടെ കേട്ടോ. അതെ 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 അതെ, പിന്നെ ഓടിക്കണം ഞാനായിരിക്കും. അതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. അതെ, ഇന്നത്തെ വീഡിയോ ഓൾറെഡി വന്നോ? വന്നിട്ടുണ്ട്. ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വന്നിട്ടുണ്ടാവണം. ഡിക്കിയാണോ? ഞാൻ തിന്നോളാം. എനിക്ക് ഭക്ഷണം പൈനാപ്പിൾ കഴിച്ചാലും മതി. അമ്മയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം പൈനാപ്പിൾ മാത്രം കഴിക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ കഴിച്ചോളാം. ഫുഡായിരുന്നു. കല്യാണത്തിന് പോയിട്ട് ബന്ധുമിത്രാദികളെയൊക്കെ കണ്ടു. കുറച്ചൊക്കെ ഒപ്പാൻ പറ്റിയതൊക്കെ ഒപ്പി. അപ്ലൈ ചെയ്യണവര് വരെ വന്ന് നമ്മൾ ആദ്യമേ തന്നെ കേറ്ററിംഗുകാർ പരിചയപ്പെട്ടു. വളരെ സന്തോഷായി. അതെ, അപ്പൊ പൈനാപ്പിൾ മേടിക്കാൻ അവിടെ വരിക്കോലിൽ ഞങ്ങൾ വണ്ടി നിർത്തിയേക്കുക. അതെ, ഇവിടെ ഒരു കേന്ദ്രത്തിൽ പൈനാപ്പിൾ വിൽപ്പന വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ മേടിച്ചുകൊണ്ടിരിക്കുവാണ്. ആ മിററിലൂടെ കാണിച്ചു തരാം കേട്ടോ. ഡിക്കി തുറന്നു വെച്ചിട്ടുണ്ട്. ഡിക്കിയിലേക്ക് അപ്പൊ വെച്ചതാ. അത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. ഇതേ കണ്ട, ആ മിററിൽ കണ്ട പൈനാപ്പിൾ ഇരിക്കുന്നത്. അപ്പം മേടിച്ചു. കപ്പയുണ്ട് കേട്ടോ, ചക്കയും വെച്ചിട്ടുണ്ട്. ചക്ക ഇറങ്ങി തുടങ്ങണേ ഉള്ളൂ. നമ്മുടെ ആ ചക്കയൊന്നും എടുത്ത് തീർക്കണമല്ലോ. അതെ അതെ അതെ, 3 100 രൂപയെന്നാ അപ്പൊ പറഞ്ഞ. ഇച്ചിരി പൾപ്പെടുത്ത് വെക്കാൻ വേണമെങ്കിൽ.
നല്ല പഴുത്തതാണോ? കണ്ടില്ലേ ഇവിടെ. അപ്പൊ ഞങ്ങള് കല്യാണത്തിനൊക്കെ പോയി വന്നു. അടുത്ത പരിപാടിക്കുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. പോയി വന്നു കഴിഞ്ഞ് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയില്ല, ചൂടായതുകൊണ്ട് വന്ന് കേറി. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സ് മാറി കഴിഞ്ഞ് പ്രവർത്തി, അതുകൊണ്ട് പറയാൻ പറ്റിയില്ല കേട്ടോ. ഒരു മണിക്കൂറൊക്കെ ആയി വന്ന് കേറിയിട്ട്. കല്യാണ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിരുന്നു, എൻഗേജ്മെന്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് വിശ്രമിച്ച്. ഇവളൊരു പൈനാപ്പിൾ മേടിച്ച, പൈനാപ്പിളില്ല കണ്ടാണ് മേടിച്ച, ഒരെണ്ണം ചെത്തി മേശയിൽ വെച്ചിട്ടുണ്ട്, അവൾ കുറച്ച് കഴിച്ചെന്ന് തോന്നണം. അപ്പൊ റെസിഡൻസിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് പോയേക്കണോ. അപ്പൊ പറയാൻ വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ വീഡിയോ അങ്ങനെ തീർന്നു. അത് കഴിഞ്ഞിട്ടേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും ഒത്തൊരുമിക്കാം. ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.